ബാക്കി ഞങ്ങൾക്ക് വേറെ പിരീഡൊന്നുമില്ല. പുതിയ ബാച്ച് വന്നിട്ടുള്ളത്. സെറമണി കോഴ്സ് എക്സാം ഒക്കെ കഴിഞ്ഞ് റിസൾട്ടൊക്കെ പബ്ലിഷ് ചെയ്യുന്നതായി ഫാമിലിക്കും അറിയിക്കും കേട്ടോ. നമ്മുടെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണം. അതെ, ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കാം, എല്ലാം എടുക്കാം കേട്ടോ. മിസ് ഡാൻസ് കളിച്ചിട്ടുണ്ടോ? ഡാൻസ് പഠിച്ചിട്ടൊന്നുമില്ലടോ, വെറുതെ കളിക്കുന്നേ. സെറമണിക്ക് കളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഡാൻസ് സൂപ്പർ ആയിരുന്നു. നല്ല ആങ്കർ ആണല്ലേ. ഐഡിയിൽ എന്നെ അക്സെപ്റ്റ് ചെയ്തില്ല. ഇല്ലടോ, അതൊക്കെ ഞാൻ പറയട്ടെ, ആങ്കർ ചെയ്തിരുന്ന കുട്ടി പെട്ടെന്ന് ലീവായി. ആ കുട്ടിക്ക് പകരം ഞാൻ കയറിയതാണ്, ആക്സിഡന്റലി കയറിയതാണ്, അല്ലാതെ ഞാൻ ഇതൊന്നും ചെയ്തിട്ടൊന്നുമില്ല. എന്തായാലും കൊള്ളായിരുന്നു. ഈ കുറച്ച് ഭാഗമൊന്നും പറയട്ടെ കേട്ടോ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഫിലിംസ് കംപ്ലീറ്റ് ചെയ്തോ ചാപ്റ്റർ അല്ലേ? ഹരികൃഷ്ണ കയറിയില്ലേ ക്ലാസ്സില് ഇന്നും? നമ്മൾ 10 യൂസസ് ഓഫ് കമ്പ്യൂട്ടേഴ്സിന്റെ യൂസസ് ആണ് പറഞ്ഞിരുന്നത് അല്ലേ? ഓക്കെ, റിവിഷൻ കഴിഞ്ഞിട്ട് ഇതും കൂടി പറഞ്ഞിട്ട് നമ്മളൊന്ന് റിവിഷൻ ചെയ്യും കേട്ടോ. ഓക്കെ, യെസ്. ഓൺലൈൻ പേയ്മെന്റ് തുടങ്ങി നോക്കണം അല്ലേ? Hospitals now make use of online payment portals to help patients to pay their hospital bills online. This decreases the chance of errors and the task is performed in less time. Online payment hospital ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആണ് അല്ലേ? എന്തുകൊണ്ടാണ്? ബിൽസ് ഒക്കെ എത്രയും പെട്ടെന്ന് നമുക്ക് ഓൺലൈൻ ആയിട്ട് അടയ്ക്കാൻ സാധിക്കും. അവിടെ എറേഴ്സസ് ഒക്കെ കുറവായിരിക്കും അല്ലെ? യാതൊരു വിധത്തിലുള്ള തെറ്റുകളൊന്നും അവിടെ വരത്തില്ല. പിന്നെന്താണ്? And the task is performed in less time. നമുക്ക് കുറഞ്ഞൊരു സമയം കൊണ്ട് തന്നെ എല്ലാ ബസ്സുകളും കൺവീനിയന്റ് ആയിട്ട് തന്നെ എല്ലാം കൃത്യമായിട്ട് അടയ്ക്കാനായിട്ട് സാധിക്കുന്നു. അപ്പൊ അതാണ് അതിന്റെ യൂസ് എന്ന് പറയുന്നത് അല്ലെ? അതാണ് ഓൺലൈൻ പേയ്മെന്റ്. എന്തൊക്കെ യൂസസ് ആണ് നമ്മൾ ആദ്യം പറഞ്ഞത്? 10 യൂസസ് എന്തൊക്കെയായിരുന്നു? കസ്റ്റമേഴ്സ്, ഓൺലൈൻ പേയ്മെന്റ്, കസ്റ്റമർ സർവീസസ്, ടെലിമെഡിസിൻ, കമ്മ്യൂണിക്കേഷൻ, പിന്നെ മെഡിക്കൽ എക്യുപ്മെന്റ് ആൻഡ് ഇമേജിംഗ്, use in surgical procedures, inventory, medical research, monitor patient, and maintain patient information. 10 uses in the പേരുകൾ പഠിച്ചു വെക്കണം കേട്ടോ. 10 uses പഠിച്ചു വെക്കാം. ഇനി നമുക്ക് ലാസ്റ്റ് ഭാഗമാണ് നമ്മുടെ ഈ മൊഡ്യൂളിലെ ഏറ്റവും ലാസ്റ്റ് ഭാഗമാണ് ഹെൽത്ത് ഇൻഫോർമേഷൻ മാനേജർ. ഹെൽത്ത് ഇൻഫോർമേഷൻ മാനേജർ HIM. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. ഓർഗനൈസ്, ഓവർസീ ആൻഡ് പ്രൊട്ടക്ട് പേഷ്യന്റ് ഹെൽത്ത് ഇൻഫോർമേഷൻ ഡാറ്റ which includes symptoms, diagnosis, medical histories, test results and procedures. അതായത് ഹെൽത്ത് ഇൻഫോർമേഷൻ മാനേജർ ആണ് പേഷ്യൻസിന്റെ എല്ലാ ഹെൽത്ത് ഇൻഫോർമേഷൻ ഡാറ്റാസുകളും ഓർഗനൈസ് ചെയ്യുന്നതും ഓവർസീ ചെയ്യുന്നതും പ്രൊട്ടക്ട് ചെയ്യുന്നതും പിന്നെന്താണ് ടെസ്റ്റ് റിസൾട്ടുകളും മെഡിക്കൽ ഹിസ്റ്ററീസും പ്രൊസീജിയേഴ്സും ഒക്കെ കൃത്യമായിട്ട് അതിന്റെ ചുമതല വഹിക്കുന്നതാണ് ആര്? ഹെൽത്ത് ഇൻഫോർമേഷൻ മാനേജർ HIM. ഓക്കെ, ഇനി അദ്ദേഹത്തിന്റെ നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞതിൽ അധികം വരുന്നില്ല. ഇമ്പോർട്ടന്റ് മാത്രമുള്ളതാണ് പഠിപ്പിക്കുന്നത് കേട്ടോ. അദ്ദേഹത്തിന്റെ ജോബ് ഇൻസ്ക്രിപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മെയിൻ ആയിട്ട് അദ്ദേഹം എന്തൊക്കെ ഡെയിലി ടാസ്കുകളാണ് ചെയ്യുന്നത്? ഡ്യൂട്ടീസ് ഓഫ് ഹെൽത്ത് ഇൻഫോർമേഷൻ മാനേജർ. ഓക്കെ, നമുക്ക് നോക്കാം. Establish health information system and process to ensure the complete and accurate documentation of medical records. അദ്ദേഹം എസ്റ്റാബ്ലിഷ് ഹെൽത്ത് ഇൻഫോർമേഷൻ സിസ്റ്റം അല്ലെ? ഹെൽത്ത് ഇൻഫോർമേഷൻ സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന്റെ പ്രോസസ്സിംഗ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടും അതുപോലെ തന്നെ ഡോക്യുമെന്റേഷൻസ്, മെഡിക്കൽ റെക്കോർഡ്സ് ഡോക്യുമെന്റേഷൻസ് ഒക്കെ കൃത്യമായിട്ട് നിർവഹിക്കുന്നത് ആരാണ്?
HIM ആണ് അല്ലെ, ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജറുടെ ഡ്യൂട്ടിയാണ്. അതായത് മെഡിക്കൽ രേഖകളെല്ലാം തന്നെ ഡോക്യുമെന്റ് രൂപത്തിലാക്കി കൃത്യമായിട്ട് പ്രോസസ്സിംഗ് ചെയ്യുന്നത് ആരാണ്? HIM ആണ്, ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജറുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ. Then work with various medical staff, including nurses, doctors, to enhance the quality and accuracy of the patient information. അദ്ദേഹം മെഡിക്കൽ സ്റ്റാഫുകളുടെ കൂടെയും അതുപോലെ നഴ്സസ്, ഡോക്ടേഴ്സ് എല്ലാവരുടെയും കൂടെ എന്താണ് വർക്ക് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു എൻഹാൻസ് ദ ക്വാളിറ്റി ആൻഡ് ആക്യുറൻസി ഓഫ് പേഷ്യന്റ് ഇൻഫർമേഷൻ. ഓക്കെ. അതായത് രോഗികളുടെ ഗുണനിലവാരവും കൃത്യതയും വർദ്ധിപ്പിക്കുന്നതിന് നഴ്സുമാരുമായും ഡോക്ടേഴ്സുമാരുമായിട്ടാണ്, മെഡിക്കൽ സ്റ്റാഫുകളുമായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ. യെസ്. Then code to ensure secure and bug-free system for controlling health information. Code to ensure. Code എന്ന് പറഞ്ഞാൽ എന്താണ്? കോഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് അല്ലെ. അത് എന്താണ്? ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് ബഗ് ഫ്രീ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ബഗ് ഫ്രീ സിസ്റ്റം എന്ന് വെച്ചാല് ഇപ്പൊ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന് എന്തെങ്കിലും സ്വകാര്യത നശിപ്പിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ട്രാക്കിങ്, ഹാക്കിംഗ് ഒക്കെ ചെയ്യൂലേ, അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ റൂൾസ് ആൻഡ് ഈ കോഡ് അനുസരിച്ചുള്ള കാര്യങ്ങളാണോ അവിടെ നടക്കുന്നത്? കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് അല്ലെ. ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതനുസരിച്ച് അതിന്റെ സെക്യൂരിറ്റി ഉറപ്പ് വരുത്തിക്കൊണ്ടാണോ എല്ലാ സിസ്റ്റംസും കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഉറപ്പുവരുത്തുന്നത് ആരാണ്? HIM ആണ്. ഓക്കെ. ബഗ് ഫ്രീ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ബഗ് ഫ്രീ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? ഹെൽത്ത് ഇൻഫർമേഷന്റെ സ്വകാര്യം നശിപ്പിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഇറവുകളോ അല്ലെങ്കിൽ ഹാക്കിങ്ങോ ട്രാക്കിങ്ങോ ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ്? അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ആ കോഡുകൾ പ്രത്യേകമായിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അദ്ദേഹം തയ്യാറാക്കിയിരിക്കുന്നത്. അതനുസരിച്ചിട്ടാണ് എന്ത് സിസ്റ്റത്തിൽ വരുന്ന എന്തെങ്കിലും എന്താണ് ബഗ് ഫ്രീ എന്ന് പറഞ്ഞാൽ എന്താണ്? അനധികൃതമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരായിരിക്കും? ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ ആണ് കേട്ടോ. ഓക്കെ. HIM ആണ്. Then make regular audits to ensure the health information department techniques and process complete with the guidelines as well as federal and the state laws. Make regular audits to ensure the health information department. Health information ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും ടെക്നിക്സും പ്രോസസ്സുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് റെഗുലർ ഓഡിറ്റ്സുകൾ സംഘടിപ്പിക്കുന്നത് ആരാണ്? കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് റെഗുലർ ഓഡിറ്റുകൾ സംഘടിപ്പിക്കുന്നത് HIM ആണ്. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. അതായത് അവിടുത്തെ ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് ലോസുകൾ അനുസരിച്ചിട്ടാണ് ഓഡിറ്റ്സുകൾ കൃത്യമായിട്ട് നടത്തുന്നത്. ഓക്കെ. Then cooperate with complaints officers that regularly track audits and denials from third-party auditors and insurance companies and find trends in the data. Cooperate with the complaints officers. Complaints officer എന്ന് പറയുന്നത് ആരാണ്? Complaints officers. അതായത് കംപ്ലൈൻസ് ഓഫീസേഴ്സ് അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഓഡിറ്റ് ഒക്കെ കൃത്യമായിട്ട് നടത്തുന്ന ഓഫീസേഴ്സ് ആണ് അല്ലെ. അവരുമായിട്ട് എന്താണ് സഹായിച്ചിട്ടായിരിക്കണം പ്രവർത്തിക്കേണ്ടത് അല്ലെ. റെഗുലർലി എല്ലാ ഓഡിറ്റ്സുകളും ട്രാക്ക് ചെയ്ത് കൃത്യമായിട്ട് നോക്കി. പിന്നെ അതുപോലെ തന്നെ എന്താണ് ഇൻഷുറൻസിന്റെ കാര്യങ്ങൾ, അതായത് ഇൻഷുറൻസിന്റെ കുറച്ച് പോളിസീസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലെ. തേർഡ് പാർട്ടി ഓഡിറ്റേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്ന ആരാണ്? ഡിനൈൽ ഫ്രം തേർഡ് പാർട്ടി ഓഡിറ്റേഴ്സ് എന്ന് പറയുന്ന ആരാണ്? തേർഡ് പാർട്ടീസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഡാൻസ് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, മറന്നുപോയോ? മറന്നുപോയി അല്ലെ. ഇങ്ങനെ പറയാം. അതായത് നമ്മുടെ മൂന്നാം കക്ഷി ഓഡിറ്റർമാരുണ്ടാവും അല്ലെ, ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഔട്ട്സൈഡ് അല്ലെ. മൂന്നാം കക്ഷി ഓഡിറ്റർമാരിൽ നിന്ന് ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നുമുള്ള ഓഡിറ്റുകളും അതുപോലെ തന്നെ എന്താണ് ഡിനൈൽസ് എന്ന് വെച്ചാൽ നിഷേധങ്ങൾ. ചിലപ്പോ ചില ഇൻഷുറൻസുകൾ ചില റെഗുലേഷൻസ് അനുസരിച്ച് ചിലപ്പോൾ നിഷേധിച്ചിരിക്കാം. ചിലപ്പോൾ അവരുടെ ആ കമ്പനിയുടെ പോളിസിക്ക് അനുസരിച്ചുള്ള കാര്യങ്ങൾക്ക് മാത്രമായിരിക്കും അവർ ഇൻഷുറൻസ് നൽകുന്നത്. ചില കാര്യങ്ങളിൽ എന്തായിരിക്കും ചില കാര്യങ്ങൾ കൊണ്ട് ആ ഇൻഷുറൻസ് നിഷേധിക്കപ്പെട്ടേക്കാം. അപ്പൊ അങ്ങനത്തെ സാധ്യതകളുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഓഡിറ്റുകളും ഡിനൈൽസ് ഒക്കെ എന്താണ് പതിവായിട്ട് ട്രാക്ക് ചെയ്യുന്നതും പിന്നെ തന്നെ ഡാറ്റയിലെ ട്രെൻഡുകൾ, പുതിയ തരത്തിലുള്ള ട്രെൻഡുകളൊക്കെ കണ്ടെത്തുകയും ചെയ്യുന്നു. പിന്നെന്താണ് കംപ്ലൈൻസ് ഓഫീസേഴ്സുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നതും ആരുടെ ഡ്യൂട്ടിയാണ്? HIM-ന്റെ ഡ്യൂട്ടീസ് ആണ് കേട്ടോ.
Okay, cooperate with the complaints officers that regularly track audits and denials from third-party auditors and insurance companies and find trends in the data. Okay, പറഞ്ഞാട്ടോ. പിന്നെന്താണ് ലാസ്റ്റ് പോയിന്റ് ആണ് organize and analyze health information for better utilization process, improvement, preparing reports and research purpose. So these are some job carried out by the health information manager. The health information manager പ്രധാനപ്പെട്ട ജോലികളാണ് ഇവിടെ പറഞ്ഞത്. എന്തൊക്കെയാണ്? Organize, analyze health information. Health informations organize ചെയ്യുന്നതും analyze ചെയ്യുന്നതും ആരാണ്? Health information manager ആണ്. For better utilization, then process improvement, preparing reports and research purpose. ഇത് ഇത്രയുമാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടികളിൽ വരുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തേ. Organize, analyze health information for better utilization process, improvement, preparing reports and research purpose. These are some jobs carried out by health information managers. വളരെ പ്രധാനപ്പെട്ട ചുമതലകളാണ് എന്താ? റിപ്പോർട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുക, പ്രോസസ് ഇംപ്രൂവ്മെന്റ് ചെയ്യുക, റിസർച്ച് പർപ്പസസിനൊക്കെ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നതൊക്കെയാണ് ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജറുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടീസിൽ വരുന്നത്. ഓക്കെ, റിലൈങ് ഓൺ ദ സ്പെസിഫിക് സബ് ഫീൽഡ് വി എൻറ്റർ ഇൻ ദേ മേ, വി മേ എന്നല്ല കേട്ടോ, ദേ മേ എന്നാണ് ഇവിടെ വി എന്നാണ് എടുക്കുന്നത്. അത് ദേ എന്നാക്കണം, THEY. They may have more specialized duties. They may have more specialized duties. അതായത് പിന്നീട് അദ്ദേഹത്തിന് എന്താണ് ഓരോ സബ് ഫീൽഡിലോ അല്ലെങ്കിൽ സ്പെസിഫിക് ഫീൽഡിലോ എന്താണ് ഈ ജോലികൾ കൂടാതെ സ്പെഷ്യലൈസ്ഡ് ഡ്യൂട്ടികൾ കൂടി അവർക്ക് ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജേഴ്സിന് ചെയ്യേണ്ടി വന്നേക്കാം എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, റിലേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിപ്പെൻഡിങ് ആണ്. റിലേ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഡിപ്പെൻഡിങ്. അതായത് സ്പെഷ്യൽ ഡ്യൂട്ടികൾ ചെയ്യേണ്ടി വന്നാലും അതും കൂടി അവർക്ക് ആരായിരിക്കും ചെയ്യുന്നത്? ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജേഴ്സ് തന്നെയായിരിക്കും സ്പെഷ്യൽ ആയിട്ടുള്ള സ്പെസിഫിക് ഫീൽഡിലോ സബ് ഫീൽഡിലോ ആയിട്ട് ചെയ്യുന്നത്. ഓക്കെ, ഒന്നുകൂടി പറയാം. ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ ആണ്, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്താണ്? ഓർഗനൈസ്, ഓവർസീ ആൻഡ് പ്രൊട്ടക്ട് പേഷ്യന്റ് ഇൻഫർമേഷൻ ഡാറ്റ വിച്ച് ഇൻക്ലൂഡ് സിംപ്റ്റംസ്, diagnosis, medical histories, test result and procedures. ഇത്തരം കാര്യങ്ങളാണ് അദ്ദേഹം ഓർഗനൈസ് ചെയ്യുന്നത്. HIM-ന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കണം, ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ. ഓക്കെ, പിന്നെ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്തൊക്കെയാണ്? എസ്റ്റാബ്ലിഷ് ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം ആൻഡ് പ്രോസസ് ടു എൻഷുർ ദ കംപ്ലീറ്റ് ആൻഡ് ആക്യുറേറ്റ് ഡോക്യുമെന്റേഷൻ ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്. ഹെൽത്ത് ഇൻഫർമേഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനും പിന്നെന്താണ് രേഖകളെല്ലാം മെഡിക്കൽ റെക്കോർഡ്സുകളും ഡോക്യുമെന്റ് ചെയ്യുക എന്നുള്ള ഡ്യൂട്ടിയാണ് അവരുടേത്, ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജറുടേത്. പിന്നെന്താണ്? വർക്ക് വിത്ത് വേരിയസ് മെഡിക്കൽ സ്റ്റാഫ്, എല്ലാം മറ്റ് രോഗികളെ കൃത്യമായിട്ട് രോഗികളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുകയും മറ്റ് വർക്കേഴ്സുമായിട്ട്, അതായത് മെഡിക്കൽ സ്റ്റാഫ്, നഴ്സസ്, ഡോക്ടേഴ്സുമായിട്ടൊക്കെ കൃത്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രവർത്തനം, അവരുമായിട്ട് ഒരുമിച്ചായിരിക്കും അവിടെ ആര് പ്രവർത്തിക്കുന്നത്? ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ പ്രവർത്തിക്കുന്നത്. ഓക്കെ, തേർഡ് പോയിന്റ് എന്താണ്? Code to ensure secure and bug-free system for controlling health information. Health information control ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ്? കോഡ്സ് ഉദ്ദേശിക്കുന്നത് എന്താണ്? സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് ആണ്, നിയമങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളാണ് എന്ത് കോഡ്സ് എന്ന് പറയുന്നത്. അപ്പോ എന്താണ്? സിസ്റ്റം, ഇൻഫർമേഷൻ സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നത്, ഇതിന്റെ സുരക്ഷത ഉറപ്പുവരുത്തുന്നത് ആ നിയമങ്ങൾ അനുസരിച്ചിട്ട് ആ സിസ്റ്റംസ് എല്ലാം കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അനധികൃതമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ അവിടെ നടക്കുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുന്നതും അത് കൺട്രോൾ ചെയ്യുന്നതുമാണ് ആര്? ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജറിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, കോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് സെറ്റ് ഓഫ് റൂൾസ് ഓർ ഗൈഡ് ലൈൻസ് ആണ് കേട്ടോ. യെസ്, പിന്നെന്താണ്? കൃത്യമായിട്ട് റെഗുലർ ഓഡിറ്റ്സുകൾ അദ്ദേഹം നടത്തപ്പെടുന്നു. കൃത്യമായിട്ട് റെഗുലർ ഓഡിറ്റ്സ്, മേക്ക് റെഗുലർ ഓഡിറ്റ്സ് ടു എൻഷുർ ദ ഹെൽത്ത് ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റ് as well as federal state laws. Okay,
Then cooperate with the compliance officers that regularly track audits and denials from third-party auditors and insurance companies and find trends in the data. Compliance ഓഫീസേഴ്സുമായിട്ട് എന്താണ് സഹകരിച്ച് പ്രവർത്തിക്കുക. അതുപോലെ തന്നെ എന്താണ് ട്രാക്ക് ചെയ്യുക ഓഡിറ്റ്സുകള്, കൃത്യമായിട്ട് ഓഡിറ്റ്സുകളൊക്കെ ട്രാക്ക് ചെയ്യുക. പിന്നെന്താണ് എന്തെങ്കിലും തരത്തിലുള്ള ഡിനൈൽസുകൾ ഉണ്ടെങ്കിൽ അതായത് കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യുക, എന്താണ് അനലൈസ് ചെയ്യുക, റിപ്പോർട്ട് മാറിപ്പോയി 3 ലക്ഷം ഓഡിറ്റർമാരിൽ നിന്ന് എന്ത് ചെയ്യുക എന്നാണ് പറയുന്നത്. ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നുള്ള ഓഡിറ്റുകളും അതുപോലെ തന്നെ ഡിനൈൽസുകളൊക്കെ പതിവായിട്ട് ട്രാക്ക് ചെയ്യുന്നത് ആരാണ്? HAM ആണ്. ഇൻഫർമേഷൻ മാനേജർ ആണ് ഇതൊക്കെ ചെയ്യുന്നത്. ദെൻ ഡാറ്റയിലെ പുതിയ ട്രെൻഡുകൾ കണ്ടെത്തുകയും കംപ്ലൈൻസ് ഓഫീസറുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഡ്യൂട്ടിയാണ് HAM ചെയ്യുന്നത്. ഓക്കെ, പറയാം 3 ലക്ഷം ഓഡിറ്റർമാരിൽ നിന്ന് ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നുള്ള ഓഡിറ്റുകളും ഡിനൈൽസുകളും പതിവായി ട്രാക്ക് ചെയ്യുകയും ഡാറ്റയിലെ പുതിയ ട്രെൻഡ്സുകൾ കണ്ടെത്തുകയും കംപ്ലൈൻസ് ഓഫീസേഴ്സുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുകയുമാണ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ്. 6th പോയിന്റ് എന്താണ്? ഓർഗനൈസ് അനലൈസ് ഹെൽത്ത് ഇൻഫർമേഷൻ അല്ലെ, കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യുക, പിന്നെന്താണ് അനലൈസ് ചെയ്യുക, റിപ്പോർട്ടുകൾ തയ്യാറാക്കുക, പിന്നെന്താണ് റിസർച്ച് ആവശ്യങ്ങൾക്കായി എന്നിവയ്ക്കായിട്ട് ആരോഗ്യ വിവരങ്ങൾ ഹെൽത്ത് ഇൻഫർമേഷൻസുകൾ കൃത്യമായിട്ട് വിശകലനം ചെയ്യുക. പിന്നെന്താണ് ഹെൽത്ത് ഇൻഫർമേഷന്മാരുമായിട്ടുള്ള അവരുടെ പ്രത്യേക ജോലികളാണ് ഇതെല്ലാം അല്ലെ. ഓർഗനൈസ്, അനലൈസ്, ബെറ്റർ യൂട്ടിലൈസേഷൻ പ്രോസസ്, ഇംപ്രൂവ്മെന്റ്, പ്രിപ്പയർ റിപ്പോർട്ട്സ് ആൻഡ് റിസർച്ച് പർപ്പസ്. ഇതൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട ജോലികൾ എന്ന് പറയുന്നത്. പിന്നീട് എന്താണ് ഡിപ്പെൻഡിങ് കണ്ടീഷൻസ് അനുസരിച്ച് സ്പെസിഫിക് ആയിട്ടോ അല്ലെങ്കിൽ സബ് ഫീൽഡുകളിലോ എന്തെങ്കിലും സ്പെഷ്യലൈസ്ഡ് ഡ്യൂട്ടീസുകൾ അവർക്ക് ചെയ്യേണ്ടിയും വന്നേക്കാം അല്ലെ. എന്തെങ്കിലും പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റീസോ ഡ്യൂട്ടീസോ അവർക്ക് പ്രത്യേകമായിട്ടും ഈ ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർക്ക് ചെയ്യേണ്ടി വന്നേക്കാം. അത് ഡിപ്പെൻഡിങ് കണ്ടീഷൻസ് അനുസരിച്ച് കേട്ടോ. പ്രധാനമായിട്ടുള്ള ഒരുതരം കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ പിള്ളേരെ? ലാസ്റ്റ് ഓക്കെ പറയൂ. ഓക്കെ, മര്യാദക്കാണോ അറിയില്ലെങ്കിലും പറ്റുന്നത് പോലെയൊക്കെ പഠിപ്പിച്ചു തരാൻ പറ്റിയിട്ടുണ്ട്. കുറച്ച് ബുദ്ധിമുട്ടുള്ള പാഠഭാഗങ്ങളിലൂടെ എങ്ങനെയൊക്കെയോ കടന്നു പോയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം ഹ്യൂമൻ റിസോഴ്സ്മെന്റ് മാനേജ്മെന്റ് എന്ന ചാപ്റ്ററിലെ എല്ലാ മോക്ക് ടെസ്റ്റ് ക്വസ്റ്റ്യൻസും നിങ്ങൾ പഠിക്കുക കേട്ടോ. എല്ലാ മോക്ക് ടെസ്റ്റ് ക്വസ്റ്റ്യൻസും പഠിക്കുക. ഓക്കെ, എല്ലാ മോക്ക് ടെസ്റ്റും പഠിക്കാം. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നില്ല ചാപ്റ്റേഴ്സ്. നിങ്ങൾക്ക് അറിയാലോ വലിയൊരു ചാപ്റ്റർ ആണ്. അതിൽ എല്ലാ മോക്ക് ടെസ്റ്റ് ക്വസ്റ്റ്യൻസും നോക്കുക. എന്തെങ്കിലും ഷോർട്ട് ഫോംസ് ഉണ്ടെങ്കിൽ അതൊന്ന് പഠിച്ചു വെക്കാം. പിന്നെന്താണ് ഡിസാസ്റ്റർ മാനേജ്മെന്റിലെ കോഡുകൾ, പ്രധാനപ്പെട്ട കോഡുകൾ അന്ന് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലെ. ആ കോഡ്സുകള്, അഡ്മിസിംഗ് കോഡുകള്, കോഡ് ബ്ലൂ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് നോക്കുക. പിന്നെ ഡിസാസ്റ്റർ ഫേസുകൾ അല്ലെ, ആദ്യത്തെ ഫേസ് ഏതാണ്, ഏത് ഘട്ടത്തിലാണ്, പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. അതൊക്കെ കൃത്യമായിട്ട് നോക്കാം കേട്ടോ. പിന്നെന്താണ് ലൗണ്ടറി ഡിപ്പാർട്ട്മെന്റിലെ ലാസ്റ്റ് ഭാഗങ്ങളുള്ള ക്വസ്റ്റ്യൻസുകൾ. നിങ്ങൾ ഒന്നും പേടിക്കേണ്ട, നമ്മൾ തന്നിരിക്കുന്ന മോക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിക്കുക. പിന്നെ കേട്ടിലെ ക്വസ്റ്റ്യൻസുകൾ നോക്കാം. ഞങ്ങൾ തന്നിട്ടുള്ള മോക്ക് ടെസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായാലും പഠിക്കണം കേട്ടോ. എന്തായാലും മോക്ക് ടെസ്റ്റ് ഒക്കെ കയ്യിൽ അവൈലബിൾ അല്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ തോന്നരുത് ചാപ്റ്റേഴ്സ് ഒക്കെ നല്ല വലിപ്പമായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ലേറ്റ് ആയത് കേട്ടോ. എന്തെങ്കിലും പരാതിയോ പരിഭവങ്ങളോ ഉണ്ടോ? എന്തെന്നാണ് കുഴപ്പമില്ല, ഞങ്ങളുടെ മിസ്റ്റേക്ക് ആണ്. നമുക്ക് പിന്നെ ടീച്ചർ ഓരോ ദിവസം ലീവായി അങ്ങനെ കുറെ കാര്യങ്ങൾ വന്നിട്ടുണ്ട് ചാപ്റ്റേഴ്സ് ഒക്കെ. അതുകൊണ്ടാണ് ഇത്രയും ലാസ്റ്റത്തേക്ക് ആയിപ്പോയത്. ഓക്കെ, പിന്നെന്താണ് നമ്മൾ എടുത്ത ചാപ്റ്റർ ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസിലെ ക്വസ്റ്റ്യൻസുകൾ, അത് പഠിക്കാം. ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസിലെ ഏരിയൽ ഗ്യാസ് കുറച്ച് കാര്യങ്ങൾ വന്നിട്ട് മോക്ക് ടെസ്റ്റ് പഠിച്ചാൽ മതി. ഷുവർ ആയിട്ട് മോക്ക് ടെസ്റ്റ് പഠിക്കാം. അതൊന്നും ഓരോന്ന് സ്പെസിഫൈ ചെയ്ത് പറയാത്തത് അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻസുകൾ തന്നെ പഠിക്കാൻ പറയുന്നത്. പിന്നെ ഏതാണ് നമ്മുടെ ചാപ്റ്റർ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, അത് എളുപ്പമായിരുന്നു അല്ലെ. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. പിന്നെ ഏതായിരുന്നു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് അല്ലെ. ഇപ്പൊ ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസിൽ നമ്മൾ ഇൻട്രാ ഹോസ്പിറ്റലും അതുപോലെ തന്നെ എന്താണ്
ഇൻട്രാ ഹോസ്പിറ്റൽ വേറൊരു ഹോസ്പിറ്റലിൽ പഠിച്ചില്ല നമ്മള്? എന്താ പഠിച്ചത്? ഇന്റർ ഹോസ്പിറ്റൽ. അതൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. പിന്നെന്താണ്? ഒന്നും മനസ്സിൽ വരുന്നില്ല. എനിക്ക് പറയണോ നോക്കാൻ വന്നത്. പേഴ്സണൽ മാനേജ്മെന്റ് നോക്കണം. എന്താണ് പേഴ്സണൽ മാനേജ്മെന്റ് ആണെന്ന് നോക്കാം. ഇനിയിപ്പോ ഞാൻ പറയുന്നത് PDF എല്ലാം കൂടി വലിച്ചു വാരി പഠിക്കാതെ ടെക്സ്റ്റ് എടുത്ത് നോക്കാതെ തന്നിരിക്കുന്ന മോക്ക് ടെസ്റ്റുകൾ നന്നായിട്ട് പഠിക്കാം. അതിന് ശേഷം മോക്ക് ടെസ്റ്റ് പഠിച്ചതിന് ശേഷം 2-3 പ്രാവശ്യം മോക്ക് ടെസ്റ്റുകൾ റിവൈസ് ചെയ്യിപ്പിക്കാം. അതിനുശേഷം എന്താണ് നമ്മളെ ടെക്സ്റ്റുകൾ ഒന്ന് വായിച്ചു നോക്കുക. അതിൽ ഏതെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കണം എന്നൊക്കെ പറഞ്ഞ ഭാഗങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവണം. അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി പോവാ. ഒരു ടെൻഷനും ആരും പഠിക്കേണ്ട. നിനക്ക് നല്ല മാർക്കോടുകൂടി നിങ്ങൾ പാസ്സാവുള്ളൂ. ഓക്കെ. പിന്നെന്താണ് സ്കിൽ ഇൻവെന്ററി എന്താണെന്ന് നോക്കി പഠിക്കണം കേട്ടോ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റില് സ്കിൽ ഇൻവെന്ററി എന്താണെന്ന് നോക്കണം. ഓക്കെ. ഒരു ടെൻഷനും ഇല്ല കേട്ടോ. ഒരു ടെൻഷനും വേണ്ട. പിന്നെ നമ്മൾ റിക്രൂട്ട്മെന്റ് പഠിച്ചല്ലോ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റില് റിക്രൂട്ട്മെന്റിന്റെ ടൈപ്സ് ഒക്കെ പഠിച്ചിട്ട് അപ്പൊ അതൊക്കെ നോക്കാം. പിന്നെന്താണ് ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഓരോ ടെസ്റ്റുകൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അച്ചീവ്മെന്റ് ടെസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കാം. പേടിക്കണ്ടല്ലോ. മോക്ക് ടെസ്റ്റ് പഠിക്കാം. ഷുവർ ആയിട്ട് മോക്ക് ടെസ്റ്റ് പഠിക്കാം. ഡിസാസ്റ്ററും എളുപ്പമായിരുന്നില്ലേ? ഡിസാസ്റ്റർ പഠിക്കണം കേട്ടോ. മണ്ടത്തരം കാണിക്കാതെ ഞാൻ പറഞ്ഞില്ലേ, വേഗം പോയി ടെക്സ്റ്റ് ഒക്കെ ഇരുന്ന് വലിച്ചു വാരി ഇരുന്ന് നോക്കാതെ തന്നിരിക്കുന്ന മോക്ക് ടെസ്റ്റ് പഠിക്കുക ആദ്യം. അത് പഠിച്ചതിന് ശേഷം ടെക്സ്റ്റിലേക്ക് നോക്കിയാൽ മതി. അച്ചീവ്മെന്റ് ടെസ്റ്റ്, കളർ കോഡുകളെല്ലാം നമുക്കറിയാം അല്ലെ? കളർ കോഡുകൾ നിങ്ങൾ അത് വാരി വലിച്ച് പഠിക്കണ്ട. ബ്ലൂ കളർ എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു, ബ്രൗൺ കളർ എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു, ഓറഞ്ച് എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു, അത് മാത്രം പഠിക്കാം. അതിനുള്ളിലുള്ളതൊന്നും പഠിക്കണ്ട കേട്ടോ. ഗൈഡ് നോക്കുന്നവര് ഗൈഡ് നോക്കിക്കോളൂ. യെസ്. പിന്നെ നമ്മുടെ സേഫ്റ്റി റൂൾസുകളൊക്കെ ഇല്ലേ നമ്മൾ പഠിച്ച സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റില? കളർ കോഡ് മൊഡ്യൂൾ 2 അല്ലേന്നോ? എന്താണോ നിങ്ങൾക്ക് പറയണേ? ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ നമ്മൾ കളർ ഡിസാസ്റ്റർ റെസ്പോൺസ് കോഡുകൾ പഠിച്ചില്ലേ? അത് ഏത് മൊഡ്യൂൾ ആയിരുന്നു? മൊഡ്യൂൾ 3-ലല്ലേ? 3 പോണോ? ഡിസാസ്റ്റർ മാനേജ്മെന്റ് നമ്മൾ പഠിച്ചു അല്ലേ? മറന്നുപോയി അല്ലേ? പിന്നെ ഹോസ്പിറ്റൽ ടെസ്റ്റുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ്. ഹോസ്പിറ്റലിൽ എങ്ങനെയൊക്കെയാണ് സാധനങ്ങൾ മോഷണം പോകുന്നത്, ഏതൊക്കെ രീതിയിലാണ്, അതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? അതൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. മോക്ക് ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് നോക്കണം. പിന്നെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ അത്യാവശ്യം ക്വസ്റ്റ്യൻസുകൾ പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആൻസറിലേക്ക് എത്താൻ പറ്റും. പേടിക്കണ്ട കേട്ടോ. പിന്നെ നമ്മള് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ കുറെ ഓഫീസേഴ്സിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ല, ഡിസാസ്റ്റർ മാനേജ്മെന്റില് ലേസൺ ഓഫീസർ, ഫിനാൻഷ്യൽ ഓഫീസർ, ഓപ്പറേഷൻ ചീഫ്, സേഫ്റ്റി ഓഫീസർ എന്നൊക്കെ പറഞ്ഞു വന്നിട്ടില്ല അവരുടെ ചുമതലകള്. അതൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. ഓക്കെ. പിന്നെന്താണ്? ലൗണ്ടറി ഡിപ്പാർട്ട്മെന്റ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്നൊക്കെ അറിയാലോ അല്ലേ? ഗ്രൗണ്ട് ഫ്ലോറിൽ. വേറെ എന്താ ചോദിക്കാനുള്ളത്? ടീച്ചർ എടുത്ത ചാപ്റ്റേഴ്സ് അറിയാവോ? ഏതൊക്കെയാണ്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, ലൗണ്ടറി ഡിപ്പാർട്ട്മെന്റ്. 5 ചാപ്റ്റേഴ്സ് അല്ലേ എടുത്തിട്ടുള്ളൂ? സോറി, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെ? ലാസ്റ്റ് ഭാഗം വന്ന ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. ബേസിക്സിലെ പകുതി ഭാഗം ഇലൂമിസും പകുതി ഭാഗം ടീച്ചറും ആണ് അല്ലെ? അതില് എന്താണ് ഓരോ സിസ്റ്റംസും നമ്മൾ പറഞ്ഞല്ലേ? EHR എന്താണ്,
ഈ EHR ഫുൾ ഫോം പഠിക്കണം കേട്ടോ. EHR ഫുൾ ഫോം പഠിക്കണം. പിന്നെ എന്താണ് പിന്നെ വരുന്നത് ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം. ലിംസ് എന്താണെന്ന് ടീച്ചർ ഇന്നലെ പറഞ്ഞു തന്നു അല്ലെ. ഇതെന്താണെന്ന് മാത്രം പഠിച്ചു വെക്കാം. എന്താണ് മാനേജിങ് ലബോറട്ടറി ഡാറ്റ. ലബോറട്ടറി ഡാറ്റ കൺട്രോൾ ചെയ്യുന്നതിനാണ് എന്ത് ലിംസ് ഉപയോഗിക്കുന്നത്. പിന്നെ ലിംസിന് ഇന്റർഗ്രേറ്റ് ചെയ്യുന്ന കുറച്ച് ഫങ്ഷൻ സിസ്റ്റംസ് എന്തായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായി അല്ലെ. ഏതൊക്കെയായിരുന്നു? സോറി, ലിംസിനാണ്, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിനെയാണ് ഇന്റർഗ്രേറ്റ് ചെയ്യുന്ന രണ്ട് സിസ്റ്റംസ് ഉണ്ട്. ഒന്ന് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം, പിന്നൊന്ന് എന്തായിരുന്നു പാക്സ് എന്ന് പറഞ്ഞല്ലേ. നമ്മള് പാക്സ് എന്താണ്? പിക്ചർ ആർച്ചീവിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. പിക്ചർ ആർച്ചീവിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇന്നലെ പറഞ്ഞതാണ് കേട്ടോ പാക്സ്. പിന്നെ ലിംസിന് താഴെ ഈ ലബോറട്ടറി സിസ്റ്റത്തിന് താഴെ അതിനെ തന്നെ പല പേരുകളിൽ അറിയപ്പെടുന്നു എന്ന് പറഞ്ഞല്ലേ. പല പേരിൽ തന്നെ അത് അറിയപ്പെടുന്നുണ്ട്. അപ്പൊ അതിന്റെ പേരുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം. പിന്നെന്താണ്? കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി, COP-യുടെ ഒക്കെ ഫുൾ ഫോം പഠിച്ചു വെക്കുക. COP-യുടെ ഒക്കെ ഫുൾ ഫോം പഠിച്ചു വെക്കുക. ഇന്നിപ്പോ മോക്ക് ടെസ്റ്റിൽ ഇട്ടിട്ടുണ്ടാകുന്ന ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിക്കാം കേട്ടോ. ഇന്ന് വരുന്ന മോക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിക്കാം. നിങ്ങൾ ലാസ്റ്റിൽ നിന്ന് തുടങ്ങിയാൽ മതി കേട്ടോ. ലാസ്റ്റിൽ നിന്ന് തുടങ്ങാം. എന്നിട്ട് അതിനനുസരിച്ച് നിങ്ങൾ പോയാൽ മതി. പിന്നെ യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കുന്നത്? മോണിറ്റർ പേഷ്യൻസ്, ഇൻവെന്ററി, മെയിൻറ്റെയിൻ പേഷ്യന്റ് ഇൻഫർമേഷൻ, കമ്മ്യൂണിക്കേഷൻ, കസ്റ്റമർ സർവീസ്, ഓൺലൈൻ പേയ്മെന്റ്, ടെലിമെഡിസിൻ, അങ്ങനെ പല യൂസിൽ അല്ലെ. 10 യൂസസ് നമ്മൾ പഠിച്ചു. ഇൻവെന്ററി, റിസർച്ച്, മെഡിക്കൽ റിസർച്ച്. ഓക്കെ. പിന്നെന്താണ്? നമ്മൾ കമ്പ്യൂട്ടേഴ്സ് മെയിൻ ആയിട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് പറഞ്ഞല്ലേ. പ്രത്യേകിച്ച് ഇമാജിനിങ് അല്ലെ, മെഡിക്കൽ ഇമാജിനിങ്, അതായത് അൾട്രാസൗണ്ടിങ്ങിന്, CT സ്കാൻ, MRI, ബ്ലഡ് ടെസ്റ്റിനൊക്കെ എന്താണ് കമ്പ്യൂട്ടർ എന്തായാലും അത്യാവശ്യമാണ് അല്ലെ. കമ്പ്യൂട്ടർ വെച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും അതിൽ നടക്കുന്നത്. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് നോക്കാം. പിന്നെന്താണ് നമ്മൾ പറഞ്ഞത്? ടെലിമെഡിസിൻ എന്താണെന്ന് പറഞ്ഞല്ലേ. ടെലിമെഡിസിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നമ്മൾ ഹെൽത്ത് കെയർ സർവീസസ് കൊടുക്കുന്നതാണ് അല്ലെ. മെത്തേഡ് ഓഫ് റിമോട്ട് ഹെൽത്ത് കെയർ ഡെലിവറി ആണ് ടെലിമെഡിസിൻ എന്ന് പറയുന്നത്. ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന ക്വസ്റ്റ്യൻ കാണുമ്പോൾ താല്പര്യമൊന്നും വേണ്ട. പിന്നെ ഓൺലൈൻ പേയ്മെന്റ് ബെനിഫിറ്റ് എന്താണ്? എന്തായിരിക്കും ഓൺലൈൻ പേയ്മെന്റ് ബെനിഫിറ്റ്? എന്തായിരിക്കാം? ലെസ് ടൈം ആണ്. പിന്നെന്താണ്? ടു പേ ഹോസ്പിറ്റൽ ബിൽസ് ഓൺലൈൻ അല്ലെ. ഹോസ്പിറ്റൽ ബില്ല് നമുക്ക് എന്താണ് എത്രയും പെട്ടെന്ന് അടയ്ക്കാനായിട്ട് സാധിക്കും. എറേഴ്സും ഡിലേ എറേഴ്സ് ഉണ്ടായിരിക്കില്ല. പിന്നെ HIM സ്റ്റാൻഡ് ഫോർ, HIM എന്ന് പറഞ്ഞ ആരാണ്? HIM ഹെൽത്ത് ഇൻഫോർമേഷൻ മാനേജർ. ഹെൽത്ത് ഇൻഫോർമേഷൻ മാനേജർ. ഒരു ചോദ്യം ചോദിക്കട്ടെ. ഹു ഓർഗനൈസ് ആൻഡ് അനലൈസ് ഹെൽത്ത് ഇൻഫോർമേഷൻ പ്രോസസ്? ആരാണ് ആൻസർ വരുന്നത്? ഹു ഓർഗനൈസ് ആൻഡ് അനലൈസ് ഹെൽത്ത് ഇൻഫോർമേഷൻ പ്രോസസ്. HIM അല്ലെ, ഹെൽത്ത് ഇൻഫോർമേഷൻ മാനേജർ. ഓക്കെ. ഓക്കെ, ഇവിടം വരെ പറഞ്ഞതില് എളുപ്പമായിരുന്നോ? കുഴപ്പമില്ലല്ലോ? മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? എപ്പോൾ മുതലാണ് ഇനി പഠിച്ചു തുടങ്ങുന്നത്? ഇപ്പൊ നമ്മ പറഞ്ഞ ഇതിപ്പോ 5 ചാപ്റ്റേഴ്സ് കൂടി കടന്നു പോയില്ലേ? ഈ 5 ചാപ്റ്ററിലെ ടീച്ചർ എടുത്തിട്ടുള്ളൂ. പഠിക്കാൻ തുടങ്ങി അല്ലെ. പഠിച്ചു തുടങ്ങി. ടെസ്റ്റ് പഠിക്കണം കേട്ടോ. എന്തിനാണ് ഹരികൃഷ്ണ നാളേക്ക് ആക്കുന്നത്? ഇന്ന് വൈകിട്ട് ഇരുന്ന് പഠിക്കണം. ഇന്ന് വൈകിട്ട് ഒരുങ്ങിട്ട് പഠിച്ചോ. പിന്നെ എക്സാമിന്റെ കാര്യങ്ങൾ, ഉത്സവോ, ഉത്സവത്തിനൊക്കെ പോയിട്ട് പഠിച്ചാൽ മതി.
പിന്നെ എന്താണ് അപ്പൊ ഞാൻ പറഞ്ഞു ഓരോന്നായിട്ട് പറയാം. ടെക്സ്റ്റുകൾ വാരി വലിച്ച് വായിക്കാനായിട്ട് നിൽക്കണ്ട. ആദ്യം തന്നെ മോക്ക് ടെസ്റ്റ് പഠിക്കുക, ഗൈഡ് ഉള്ളവർ അത് പഠിക്കുക, അത് കംപ്ലീറ്റ് ചെയ്ത് പഠിക്കുക. ഓക്കെ, അത് ആദ്യം ചെയ്യാം. പഠിച്ചു കഴിഞ്ഞ് ഓരോ ചാപ്റ്റർ കഴിഞ്ഞ് അത് അവിടെ വെക്കരുത്. പിന്നീട് പിറ്റേ ദിവസം അത് റിവൈസ് ചെയ്യുക. ആ ക്വസ്റ്റ്യൻസ് തന്നെയും പിന്നെ പരീക്ഷയ്ക്ക് കയറുന്ന മുമ്പ് വരെ നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് എന്താണ് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടാ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി പറ്റുന്നില്ല എന്നാണെങ്കിൽ ഇവിടെ ആരാണ് ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ കണക്ട് ആയാൽ മതി. ഡൗട്ട് ഇല്ലാന്ന് വിചാരിക്കുന്നു. ഇൻ കേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ. പിന്നെ നമുക്ക് നമ്പർ തരാനായിട്ട് നിർവാഹമില്ല, അതുകൊണ്ടാണ് കേട്ടോ. നമ്പർ കൊടുക്കരുതെന്നാണ്. പിന്നെന്താണ് പിള്ളേരെ, അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങൾ പഠിക്കുക. പറ്റും അല്ലെ? ഇത്രയൊക്കെ പറ്റിയില്ല. ഇതായി കംപ്ലീറ്റ് ഈ ഒരു കോഴ്സ് ഈ ഒരു ദിവസം വരെ തീർക്കാൻ പറ്റിയില്ലേ നിങ്ങൾക്ക്? അപ്പൊ തന്നെ നിങ്ങൾ ഏറ്റവും നല്ലൊരു ഇതായി അല്ലെ? പിന്നെ എല്ലാവരും മിക്കവരും പേരുകൾ ഓർമ്മയുണ്ട്. പിന്നെ പേര് ഇടക്കിടക്ക് വിളിക്കാത്തത് നിങ്ങൾ ആ പരിചയമില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല. ചിലപ്പോ അവിടെ ഇപ്പോഴും സംസാരിക്കുന്നവരും റെഗുലർ ക്ലാസ്സിൽ കയറുന്നവരൊക്കെ എന്താണ് നമുക്ക് പെട്ടെന്ന് പേര് വിളിച്ചു പോകണം. അതുകൊണ്ടാണ്. അത് അവരോട് ഒരു പ്രത്യേക ഇഷ്ടം കൊണ്ടൊന്നുമല്ല. എല്ലാവരെയും ഞങ്ങൾ ഒരേപോലെ തന്നെ കാണുന്നതാണ് കേട്ടോ. ഇപ്പൊ ഇതിൽ എയും ബിയും ഉണ്ട്. അത് ഒരുമിച്ചായത് തന്നെ ഭയങ്കര സന്തോഷം. ജസ്മിനൊന്നും മറന്നിട്ടില്ല കേട്ടോ. ജസ്മിനി, ജസ്ന. ഓക്കെ, ജസ്നയാണ് ഉച്ചയ്ക്ക് എപ്പോഴും വിളിച്ചിരുന്നത്. ജസ്നയാണ് എപ്പോഴും ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നത് ഈ ബാച്ചിലെ കുട്ടി. പിന്നെന്താണ് ഓക്കെ. അപ്പൊ പഠിക്കുക. നിങ്ങളുടെ ഡ്യൂട്ടി എക്സാം ആണ്. വളരെയധികം സ്ട്രെസ് ഒന്നും ഇല്ലാതെ ഹാപ്പി ആയിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ച് നല്ല രീതിയിൽ എക്സാം കണ്ടക്ട് ചെയ്യാം കേട്ടോ. പിന്നെന്താണ്, ഒരു ടെൻഷനും ഇല്ല. ഇത്രയും ഞങ്ങൾ പറഞ്ഞു തന്നു. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരെ ഏകദേശം പറഞ്ഞു തന്നു. ഇങ്ങനെ വരുമെന്നുള്ളു അല്ലെ? എടോ മോക്ക് ടെസ്റ്റ് പഠിച്ചാൽ മതി. മോക്ക് ടെസ്റ്റ് നന്നായിട്ട് പഠിക്കുക. നോട്ട്ബുക്ക് കഴിഞ്ഞ് തയ്യാറാക്കിയിട്ടുണ്ടോ നിങ്ങള്? മോക്ക് ടെസ്റ്റ് എഴുതിയെടുത്തിട്ടുണ്ടോ നോട്ട്ബുക്കിലേക്ക്? എഴുതിയെടുത്തവരാണെങ്കിൽ നല്ല കാര്യം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് 4 നോട്ട്ബുക്ക് വെച്ച് പഠിച്ചാൽ മതി. പിന്നെ എക്സാം ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അറിയാലോ, എല്ലാം നിങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. പിന്നെന്താണ്, ആരും ഭയങ്കര ഹറി ബറി ആയിട്ടൊന്നും എക്സാമിനൊന്നും അറ്റൻഡ് ചെയ്യാൻ നിൽക്കണ്ട. ഭക്ഷണവും കഴിച്ചിട്ട് വളരെ രാവിലെയാണോ തോന്നുന്നു എക്സാം? രാവിലെയാണോ പറഞ്ഞത്? ടൈംടേബിൾ എപ്പോഴും ഉണ്ടായിരുന്നേ? ഉച്ചയ്ക്കാണോ? ഉച്ച കഴിഞ്ഞിട്ടാണ് അല്ലെ? ഞാൻ എന്തിനാ നിങ്ങളോട് ഉണ്ടായിരിക്കുന്നത്? നിങ്ങൾ പറഞ്ഞോ. ഉച്ചയ്ക്കാണ് എക്സാം അല്ലെ? അപ്പൊ കാര്യങ്ങളൊക്കെ അറിയാലോ എക്സാമിന്റെ. അപ്പൊ എല്ലാവരും ഫോണൊക്കെ നന്നായിട്ട് ചാർജ് ചെയ്ത് വെക്കുക. വേറെ അതിന്റെ ഇടയിൽ വേറെ തടസ്സങ്ങളൊന്നും വരാതെ നല്ല റേഞ്ചിലോട്ട് എക്സാം എഴുതാം. അറിയാലോ, പേരും മെയിൽ ഐ ഡി കൃത്യമായിട്ട് അടിച്ച് കോഡ് ഉണ്ടാവും. കോഡിൽ കയറിയിട്ട് ഏത് കോഡാണോ അതിനനുസരിച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വരും. ഓരോ ക്വസ്റ്റ്യൻസും നന്നായി വായിച്ച്, ഒരു ക്വസ്റ്റ്യനിൽ ഒരുപാട് നേരം സമയം കളയരുത് കേട്ടോ. ഒരുപാട് നേരം വായിക്കുകയും ചെയ്ത് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കുള്ളൂ കേട്ടോ. പിന്നെന്താണ്, അത് ഓരോന്നും വ്യക്തമായിട്ട് എഴുതുക. പിന്നെ ഡൗട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. ടെൻഷൻ അടിക്കണ്ട. അയ്യോ എനിക്കത് കിട്ടുന്നില്ല എന്നൊന്നും വിചാരിക്കണ്ട. അടുത്ത ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി ഞാൻ ചെയ്തിട്ടില്ല. എല്ലാം ഒന്ന് ചെക്ക് ചെയ്തതിനു ശേഷം മാത്രം സബ്മിഷൻ കൊടുക്കുക. ടീച്ചറിനോട് ഞാൻ സബ്മിറ്റ് ചെയ്തു എന്ന് പറയാം. ഇവിടെ ഓക്കെ പറയാതെ നിങ്ങൾ ലെഫ്റ്റ് ആവരുത്. അതൊക്കെ അറിയാലോ, എല്ലാം അറിയാം. ഫൈനൽ ഇയേഴ്സ് ആയിട്ടുള്ള ഞങ്ങളോടാണ് ടീച്ചർ ഇത് പറയുന്നത്. ഞങ്ങൾ പാസ്സായിട്ട് പോവാൻ നിൽക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം അല്ലേ? പിന്നെന്താ പറയാനുള്ളത്? അപ്പൊ ജീവിതത്തിൽ എപ്പോഴും നല്ല നിമിഷങ്ങൾ മാത്രം ഉണ്ടാവട്ടെ. എല്ലാവരുടെ ലൈഫിൽ വളരെയധികം സക്സസ്ഫുൾ ആയ ഒരു ലൈഫ് ഉണ്ടാവും എന്ന് വിചാരിക്കട്ടെ. പിന്നെന്താണ്, നമുക്ക് അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ നല്ലതും ഉണ്ടാവും ചീത്ത ഉണ്ടാവും. ഉപദേശിക്കാന്ന് വിചാരിക്കുന്നുണ്ട്. അത് ഉപദേശമായിട്ടൊന്നും വരത്തില്ല. ലാസ്റ്റ് എന്തെങ്കിലും നിങ്ങളോട് പറയണ്ടേ? ഓക്കെ, അപ്പൊ എന്തെങ്കിലും വിഷമഘട്ടങ്ങളൊക്കെ വരും. അതൊക്കെ തരണം ചെയ്യുക. അത് വന്നോട്ടെ, സ്വീകരിക്കുക, അക്സെപ്റ്റ് ചെയ്യുക. അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോവുക. നല്ലൊരു ഭാവി മുന്നിലെടുത്ത് ഒരിക്കലും ഒരു ബാഡ് സിറ്റുവേഷൻ കണ്ടിട്ട് ഒരിക്കലും നിങ്ങൾ അതിൽ പതറി പോകരുത്. അങ്ങനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാനൊന്നും ഇവിടെ ഒന്നും നിൽക്കുന്നില്ല. ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഘട്ടങ്ങളിലൂടെ കടന്നു വന്നതാണ്.
ഒരുപാടെന്ന് വെച്ചാൽ നിങ്ങളെക്കാളൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സിറ്റുവേഷൻസിൽ കൂടി വളർന്നു വന്ന ഒരാളാണ് ഞാൻ. ഈ ഒരു കുറച്ച് നാള് സമയം വരെ ഇവിടെ വന്ന് ഒരു കുറച്ച് ടൈം വരെ അങ്ങനെയായിരുന്നു. പക്ഷെ ആ ഒരു സമയത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊക്കെ ഭയങ്കര ആശ്വാസമായിരുന്നു. ക്ലാസ്സിൽ കയറുമ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നതൊക്കെ ഭയങ്കര ആശ്വാസമായിരുന്നു. അതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതാണ് നിങ്ങളോടുള്ള ഒരു അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണെങ്കിൽ കൂടിയും ഒരുപാട് എന്താണ് നിങ്ങൾ കാണുന്നില്ലെങ്കിൽ കൂടി ഞങ്ങൾക്ക് മനസ്സിൽ കാണാൻ പറ്റുന്നുണ്ട്. പേരുകളിലൂടെയും ശബ്ദങ്ങളിലൂടെയും ഞങ്ങൾക്ക് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ക്ലാസ് എടുക്കുന്നത്. മാക്സിമം ലൈവ് ആക്കി തന്നെ എടുക്കാനും ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ വന്നാൽ എന്റെ അനുഭവം എന്ന് പറയാണ്, അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ മുന്നോട്ട് ഇനിയും വഴിയുണ്ട്, നമുക്ക് രക്ഷപ്പെടാൻ എന്തായാലും സാധിക്കും. പിന്നെ ഇപ്പൊ കോഴ്സ് കഴിഞ്ഞ് പിന്നെയും വീട്ടിൽ ഒതുങ്ങി പോകുന്നൊന്നും നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട കേട്ടോ. അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട. നിങ്ങൾക്കായിട്ടൊരു ജോലി എവിടെയോ കാത്തിരിപ്പുണ്ട്. ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നീട് എന്താണ്, ഇപ്പൊ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തെന്ന് വിചാരിക്കാം, അവിടെ തന്നെ ഹെഡ് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും വേറെ ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറാനുള്ളത്. ഹോസ്പിറ്റലുകാർ തന്നെ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതൊക്കെ അറ്റൻഡ് ചെയ്യണം കേട്ടോ. ഫൈറ്റ് ചെയ്യണം. നല്ലൊരു ഡിപ്പാർട്ട്മെന്റ് പൊസിഷനിലേക്ക് എത്താനായിട്ട് നിങ്ങൾ എക്സാം എഴുതിയിട്ടാണ്. ഹോസ്പിറ്റൽ ഫീൽഡ് തന്നെ പറയണമെന്നില്ല, അതിൽ തന്നെ മെച്ചപ്പെടാം. അല്ലെങ്കിൽ വേറെ അവസരങ്ങൾ വന്നാൽ അത് സ്വീകരിക്കാതിരിക്കരുത്. എല്ലാം ചൂസ് ചെയ്യുമ്പോൾ ഒന്ന് നോക്കിയിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, എന്നേക്കാൾ എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കും ഞാനിനി പറയുന്നത്, ഒന്നും തോന്നണ്ട. പിന്നെന്താണ്, മാക്സിമം ട്രൈ ചെയ്യണം. പിന്നെ ഈ ഹരികൃഷ്ണനും മാർട്ടിനൊക്കെ നിങ്ങളൊക്കെ യുവതലമുറകളാണോ അല്ലെ? ചെറിയ പ്രായമെന്ന് വിചാരിക്കുന്നു ഞാൻ. ഓക്കെ, അപ്പൊ ലൈഫ് ഒന്നും ഒരിക്കലും വെറുതെ കളയരുത്. അതുപോലെ മിന്നൽരാജ് ചെറിയ കുട്ടിയാന്ന് തോന്നുന്നു കേട്ടോ. അപ്പൊ വെറുതെ സമയം കളയരുത്. ആദ്യം ഒരു ജോലിയൊക്കെ വെച്ചിട്ട്, പിന്നെ ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റും. സ്വന്തമായിട്ട് പൈസ ഏൺ ചെയ്യാൻ പറ്റും. ആരെ പറ്റിച്ചു എന്നതൊന്നുമല്ല, നമുക്ക് സ്വന്തം ഇഷ്ടത്തിന് സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് നമ്മുടെ കയ്യിൽ പൈസ വേണം. എങ്കിലും ഒരു സമൂഹത്തിലൊക്കെ ഒരു വിലയുണ്ട്. സമൂഹത്തിൽ വിലയ്ക്ക് വേണ്ടിയല്ല നമുക്ക് ജോലി വാങ്ങിക്കുന്നത്. മറിച്ച് എന്താണ്, നമുക്ക് ജീവിക്കാം, നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. നമുക്കിങ്ങനെ തുറന്നു കിടക്കുകയാണ് ഈ ലൈഫ് കേട്ടോ. ജീവിതം അവസാനിക്കുന്നവരെ നല്ല മെമ്മറീസുകൾ ഉണ്ടായിരിക്കണം അല്ലേ? അപ്പൊ നല്ല മെമ്മറീസുകൾ ഉണ്ടാക്കാനായിട്ട് എന്താണ്, വർക്ക് ചെയ്യണം. പിന്നെ പാരന്റ്സിനെയൊക്കെ എപ്പോഴും കൂടെ ചേർന്ന് നമ്മളോട് ഇഷ്ടമുള്ളവരെ എപ്പോഴും കൂടെ തന്നെ നിർത്തുക. പിന്നെ ഹാപ്പി ആയിട്ട് ഓരോ ദിവസം ഹാപ്പി ആയിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകട്ടെ. നിങ്ങളുടെ ഫാമിലിക്കും അതുപോലെ തന്നെ ഞങ്ങളെ കുറച്ച് സാധനയുടെ മോളെ മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ ഇതിലെ. മോളുടെ ദിവസം വീഡിയോ ഓൺ ചെയ്തപ്പോ ബാക്കി എല്ലാ കുട്ടികൾക്കും ഫാമിലി മെമ്പേഴ്സിനും പിന്നെ നമ്മുടെ കൂട്ടത്തിലെ സ്റ്റുഡൻസിന്റെ കുറെ ഹസ്ബൻഡുമാരുണ്ട്. ഈ കോഴ്സിനെ സംബന്ധിച്ച് വിട്ട് കുറെ ഹസ്ബൻഡ് ഉണ്ട്, ഫാമിലീസ് ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ ഞങ്ങളൊരു ബിഗ് താങ്ക്സ് പറയാണ്. അവർ ഇത്രയും നാളെ ഒരു കോഴ്സ് ചെയ്യിപ്പിക്കാനും 6 മാസം ഈ കോഴ്സിൽ ക്ലാസ്സിൽ കയറ്റാനൊക്കെ ചിലപ്പോ അവരുടെയൊക്കെ ഒരു സപ്പോർട്ട് കൂടി ആയിരിക്കാം നിങ്ങൾ വന്നിരിക്കുന്നത് അല്ലെ? ഓക്കെ, അപ്പൊ അതിന് നിങ്ങളുടെ പ്രത്യേകം ഫാമിലി മെമ്പേഴ്സിന് ഒരുപാട് താങ്ക്സ്, പ്രത്യേകിച്ച് ഹസ്ബൻഡുമാർക്ക് അല്ലെ. പിന്നെന്താണ്, കുട്ടികൾക്കും വേറെന്താ പറയാ, എപ്പോഴും നന്മകൾ മാത്രം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ, ഞങ്ങൾക്ക് നല്ല സങ്കടമുണ്ട്. പിന്നെന്ന് വെച്ചാ ഞാനിപ്പോ ഇങ്ങനെയൊക്കെ പറയാൻ പഠിച്ചു. ഞാൻ ആദ്യമൊക്കെ തൊട്ടാൽ അറിയുമായിരുന്നു. പക്ഷെ നമ്മുടെ ഒരു സിറ്റുവേഷൻ അല്ലേ നമ്മളൊന്നും ഉണ്ടാക്കി നിർത്തുന്നത്. ഓക്കെ, പിന്നെന്താ, കാണാം, നിങ്ങൾ കാണാന്നുള്ള ഒരു ഇതിലാണ്, പ്രതീക്ഷയിലാണ് ഇപ്പൊ നിങ്ങൾ പോകുന്നത്. കാണാൻ പറ്റും. ആരും ഇപ്പൊ കണ്ടു കഴിഞ്ഞ് വന്ന് വർത്താനം പറയണം. ഞങ്ങൾക്ക് അറിയില്ല, നമ്മൾ കണ്ടിട്ടില്ലല്ലോ പരസ്പരം. കുറച്ചു പേരെയൊക്കെ അറിയാം, അല്ലാത്തവരെ കണ്ടിട്ടില്ല. എനിക്കിത് എല്ലാ വർഷവും ഉള്ളതാണ് ഈ ഒരു ലാസ്റ്റ് മൊമെന്റ്. പ്രത്യേകിച്ച് ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്തിരുന്നതാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. 10th ബാച്ച് 9th 10th ആണ് ടീച്ചർ പഠിപ്പിച്ചിരുന്നത്. അപ്പൊ ഒരു സെൻഡ് ഓഫ് സമയം എത്തുന്ന സമയത്ത് ഈ ഒരു വേർപിരിയല് ഒരു 3-4-5 വർഷമായിട്ട് മുമ്പ് വരെ അങ്ങനെ തന്നെയായിരുന്നു. ഞാനൊരു 3-4 വർഷം സ്കൂളിൽ തന്നെയായിരുന്നു. അപ്പൊ സെൻഡ് ഓഫ് കാര്യങ്ങള് ലാസ്റ്റ്, ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റ് ടൈമില് പ്രത്യേകിച്ച് ആൺകുട്ടികളായിരുന്നു, ഭയങ്കര കമ്പനി ആയിരുന്നു. ക്ലാസ് സ്പെഷ്യൽ ക്ലാസ്സുകൾ, വൈകിട്ട് ഈവനിങ് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഈ ഒരു വേർപിരിയൽ എപ്പോഴും ഉള്ളതാണ്. അത് ഇപ്രാവശ്യം അങ്ങനെ തന്നെ സംഭവിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സ്കൂളിൽ നിന്ന് പോന്നു, ഇപ്രാവശ്യം ഇവിടെ ജോയിൻ ചെയ്തതാണ്. ഇപ്രാവശ്യം അങ്ങനെയാണ് പിരിയല്. പിന്നെ എന്തെങ്കിലും പറയാനുണ്ടോ? ഹരികൃഷ്ണൻ ഇങ്ങനെ ചിരിച്ചോ? പിന്നെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ, വേറെ വിഷമക്കുറവെന്ന് പറഞ്ഞാൽ എന്താ, കുറച്ച് പേര് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തോണ്ട് അങ്ങനെ കുറച്ച് പേര് എപ്പോഴെങ്കിലും ഒന്ന് കാണാൻ പറ്റും, എന്തെങ്കിലും വിശേഷമൊക്കെ അറിയാം.
അങ്ങനെ കുറച്ച് പേര് കാണാം. പിന്നെ നിങ്ങളുടെ ഇതിന്റെ ഇടയിൽ കുറെ സൗഹൃദങ്ങൾ പൂത്തിട്ടുണ്ടെന്ന് നമുക്ക് അറിയാം. ഉണ്ടെങ്കിൽ അത് നല്ലതാണെങ്കിൽ ലൈഫ് ലോങ് കൊണ്ടുപോകണം കേട്ടോ. നല്ല സുഹൃത്ത് എന്നെ ഹരികൃഷ്ണനൊക്കെ ഫോളോ ചെയ്യുന്നതാണ്. ആളെ നോക്കിയാൽ മതി കേട്ടോ. പിന്നെന്താണ് പറയൂ, ഇനി എന്താ പരിപാടി? പരീക്ഷയായി, പഠിക്കണം. പിന്നെ ഇത്രയും പെട്ടെന്ന് എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറാൻ നോക്കണം കേട്ടോ. ഇന്റർവ്യൂസിന് വിളിച്ച് അറ്റൻഡ് ചെയ്യാൻ, കോൺഫിഡൻസ് ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ നോക്കണം. പേടിച്ചിരിക്കരുത് ആരും വീട്ടില്. എന്താണെങ്കിലും പോയി നോക്കണം. കിട്ടിയില്ലെങ്കിൽ കിട്ടണ്ട, അടുത്ത ചാൻസ് വരും. പിന്നീട് അടുത്ത ചാൻസ് വരും. എപ്പോഴെങ്കിലും നമുക്കൊരു ഡേ ഉണ്ട്, ആ ഡേയിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു ജോലി ശരിയായിരുന്നു കേട്ടോ. അപ്പറോട് പ്ലേസ്മെന്റ് ഉണ്ടോ? നിങ്ങളുടെ അവസരങ്ങളൊന്നും മാം പ്ലേസ്മെന്റ് ഉണ്ടോ? എന്തോ പ്ലേസ്മെന്റ് പ്ലേസ്മെന്റ് പറയാം കേട്ടോ. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കോളിൽ വിളിക്കാം. നമ്മുടെ സാറിന്റെ നമ്പറില്ലേ, സാറിനെ വിളിക്കാം. സാറിനോട് പറയാനുള്ള രീതിയിൽ സാറിനോട് പറയാം. ഓക്കെ. അമിത മിസ്സിന്റെ കരച്ചിലൊക്കെ മാറി. അത് പെട്ടെന്ന് ഒരു ഇമോഷണൽ കുഴപ്പമില്ല. ഓക്കെ, നിങ്ങൾ എപ്പോഴും സന്തോഷമായിട്ട് ഇരിക്കണം കേട്ടോ. ആരെങ്കിലും ഒരു പാട്ട് പാടാവോ? അന്ന് ഒരു പ്രാവശ്യം ചോദിച്ചപ്പോ പാട്ട് പാടാന്ന് ആരോ പറഞ്ഞിരുന്നു, എപ്പോഴും ഒരു ക്ലാസ്സിൽ പണ്ട് കുറെ നാൾ മുമ്പ്. പാട്ട് പാടുമായിരുന്നല്ലോ. എന്റെ ഇൻസ്റ്റാ ഐ ഡി നെയിം ആദ്യത്തുന്നാണ്. ഓക്കെ, അല്ലെങ്കിൽ ആതിര കേസ് എന്ന് നോക്കിയാലും കിട്ടും. ആതിര കേസ്. ഡാൻസർ ഒന്നല്ല ഹരികൃഷ്ണ, നമ്മൾ ചെറുപ്പത്തിലേക്ക് ഇങ്ങനെ കളിക്കുമായിരുന്നു. ഡാൻസ് കളിക്കും, അങ്ങനെയൊക്കെ കളിച്ചായിരുന്നു, പഠിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഹോസ്പിറ്റലിലൊക്കെ ജോലിക്ക് കയറി അവിടേക്ക് എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ വിട്ട് മാറി നിൽക്കാതെ അതിലൊക്കെ പങ്കെടുക്കാനൊക്കെ നോക്കണം കേട്ടോ. അതൊക്കെ നമ്മുടെ ലൈഫിലൊക്കെ എന്തെങ്കിലും ഒരു നല്ല നിമിഷങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പൊ അയ്യോ ഞാനില്ല എന്നത് നിങ്ങൾ മാറി നിൽക്കരുത്. പിന്നെ തരുന്ന ജോലികൾ വളരെ എഫിഷ്യന്റ് ആയിട്ട് ചെയ്ത് തീർക്കണം അല്ലെ. നോ യുവർ ജോബ് എന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ? നിങ്ങൾക്ക് തരുന്ന ജോലി എന്താണോ നിങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞിട്ടാണ് ചെയ്യാനായിട്ട്, പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ ഫീൽഡ് ആയതുകൊണ്ട്. ഓക്കെ, യെസ്. ഓക്കെ, ഞാനൊരു പാട്ട് പാടാം. പാട്ട് അറിയാവുന്നുണ്ടോന്നല്ലോ കേട്ടോ, വെറുതെ പാടില്ല. സ്കൂളിലൊക്കെ ഇങ്ങനെ പാടുകൊണ്ട് പാടണം. പഴയ പാട്ടാ, നിങ്ങൾക്ക് അറിയാമെന്നൊന്നും അറിയില്ല. പഴയ പാട്ടാ. കാറ്റിൻ വിരൽ തുമ്പി കാലം വിളിച്ചെന്നു ഒരു സ്നേഹ സൗഹൃദം വിടർന്നിടാ ചെപ്പി കാലം കഴിഞ്ഞു ഒരു സ്നേഹ സൗരഭം നിറഞ്ഞിതാ ഇടനാഴികൾ തേടുമീ ഇതളായലഞ്ഞിടുവാൻ ഇനി എത്ര നാൾ മുന്നിലാ ഇടവേളകൾക്കൊക്കെയും മധുരം പകർന്നിടുവാൻ ഇനി ചിരകാലമേ സംസ്കൃതം കിളികളൊടുത്തു പാടിയും കഥകൾ പകുത്തു നൽകിയും ഒരു കാറ്റിനീടമായുണ്ടാവും കാറ്റിനുരത്തേ കാലം വിളിച്ചെന്നു
ഒരു സ്നേഹസാ ചെപ്പിലെ കാലം നിന്നോ ഒരു സ്നേഹ സൗരഭം ഇടനാഴികൾ പേടുമീ ഇതളായ ഇനി എത്ര നാൾ ഇടവേളകൾക്കൊക്കെയും മധുരം പകർന്നിടും പാടിയും കഥകൾ പകുത്തു നൽകിയും ഒരു കാറ്റിനീടമായുണർന്നിതാ. ഓക്കെ, താങ്ക് യു. ഈ സെയിം പാട്ട് തന്നെ ഞാൻ കഴിഞ്ഞ ഫെയർവെല്ലിന് പാടിയത് അവിടെ സ്കൂളിൽ വെച്ച്. അത് യാത്രാമണിയുടെ പാട്ടാണ്. ഇന്ന് രാവിലെ എനിക്കത് ഓർമ്മ വന്നത്. പക്ഷെ പാടണമെന്ന് വിചാരിച്ചില്ല, കാര്യമേ വിട്ടുപോയി. നിങ്ങളോട് സംസാരിച്ച് ഒരു വിഷമം വന്നപ്പോ ഞങ്ങൾ ആ കാര്യമേ വിട്ടുപോയി. ഓക്കെ, പിന്നെന്താണ്? ഫസ്റ്റ് ടൈം ആണ് കേൾക്കുന്നത്. നല്ല ഏത് സിനിമയാണെന്ന് എനിക്കറിയില്ല. ഒരു കോളേജ് ലൈഫില് ഉള്ളൊരു പാട്ടാണിത്. വിത്തുത്രതാപ് പാടിയതാണ്. നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. നല്ല പാട്ടാ, നല്ല ഒരു ഇമോഷണൽ ഫീലിംഗ് തോന്നും. കാറ്റിൻ വിരൽത്തുമ്പിൽ കാലം വിളിച്ചിരുന്നു, അങ്ങനെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഏത് സിനിമയെന്ന് ഓർക്കുന്നില്ല, കേട്ടിട്ടില്ല. അപ്പൊ പാട്ട് കേൾക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ തോന്നും ടീച്ചർ പാടിയത് വേറെ, ഞങ്ങൾ കേൾക്കണത് വേറെ തോന്നുന്നു. രാധിക പഠിക്കുള്ളൂ. രാധിക, നമുക്കിന്നൊരു അവസരം കിട്ടിയാണ്. നിങ്ങളുടെ ലാസ്റ്റ് ക്ലാസ് ആണ്, നിങ്ങൾക്ക് പാടാം. പഠിക്കോ രാധിക, പഠിക്കോ. അല്ലെങ്കിൽ നെക്സ്റ്റ് സെറമണിക്ക് ഞാൻ പൊളിക്കും നിങ്ങളെ കൊണ്ട് പാട്ട് പാടാൻ പറഞ്ഞു. രാധിക പാടാൻ ഇഷ്ടമുള്ള ഒരാൾ. ആ, പാടിക്കോ. സന്തോഷം. തിരിയുന്ന കൂട്ടുകാർങ്ങൾ തിരിയാസനങ്ങളോടെ സമ്പരങ്ങളും പുഞ്ചിരിയാകും യാത്രാമൊഴിയോടെ കരയുന്ന കണ്ണുനീർ പോലും കുടതുള്ളി യാത്രയായി സമ്പരങ്ങളും പുഞ്ചിരിയാകും യാത്രാമൊഴിയോടെ രാജകുമാരി കേൾക്കുന്നില്ലടോ. ഓക്കെ, ഞാൻ പറഞ്ഞ പാട്ട് നിങ്ങൾ എന്തായാലും യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കണം കേട്ടോ. ഔട്ട് ഓഫ് സിലബസ് എന്ന സിനിമയിലാണ്. ഔട്ട് ഓഫ് സിലബസ് എന്ന സിനിമയിലെ ആ പാട്ടാണ് ടീച്ചർ പാടിയത്. അത് നിങ്ങൾ നോക്കണം കേട്ടോ. പൂവിൻ ഇതൾ ചെപ്പിൽ, പൂവിൻ ഇതൾ ചെപ്പിൽ. ആ പാട്ട് ഇന്ന് തന്നെ ക്ലാസ് കഴിയുമ്പോ ഒന്ന് കേട്ട് നോക്കണേ. പൂവിൻ ഇതൾ ചെപ്പിൽ കേട്ടോ, കേട്ടോ നോക്കണേ. അതുകൂടി കേൾപ്പിച്ച് മിസ് അങ്ങ് വിഷമിപ്പിച്ചും അല്ലേ. ഒന്നുകൂടി പറയാം. ഔട്ട് ഓഫ് സിലബസ് എന്ന സിനിമയിലെ പൂവിൻ ഇതൾ ചെപ്പിൽ എന്ന് പറഞ്ഞ പാട്ട് നിങ്ങൾ കേട്ട് നോക്കണം. ഓക്കെ, മറന്നു പോകരുത്. രണ്ടായിരത്തി ഇറങ്ങിയ പടമാണ്. ഓക്കെ, യെസ്. നാളെ മുതൽ ഇല്ലെന്നറിയോ. നാളെ മുതൽ നമ്മളുടെയൊക്കെ സൗഹൃദം നമ്മളുടെയൊക്കെ മനസ്സിലാകുന്നു, അത്രേ ഉള്ളൂ അല്ലെ. എല്ലാവർക്കും മനസ്സിലെല്ലാവരും ഉണ്ടാവും എപ്പോഴും. ആരെയും മറക്കില്ല, നിങ്ങൾ ആരെയും മറക്കില്ല. എപ്പോഴെങ്കിലും നമ്മൾ യാദൃശ്ചികമായിട്ട് എവിടെയെങ്കിലും ഒക്കെ കാണും കേട്ടോ. വിമൽ രാജ്, സാറ് ഇവിടെ ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ എന്തെങ്കിലുമൊക്കെ മെസ്സേജ് അയക്കണം കേട്ടോ. എപ്പോഴെങ്കിലും ഈ കോണ്ടാക്ട് ഇങ്ങനെ തന്നെ എന്താ നിലനിർത്തി പോണം.
സാറ് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 4 പേര് ഇവിടെ ഉണ്ടായിരുന്നോ ക്ലാസ് തുടങ്ങിയ സമയത്ത്, കണ്ടില്ലേ? എന്റെ പ്ലേസ് ഇവിടെ തന്നെയാണ്, പറവൂർ തന്നെയാണ്, നോർത്ത് പറവൂര്. ദക്ഷിണ മൂകാംബിക അമ്പലത്തിന് പുറകിലായിട്ടാണ് വീട്. ദക്ഷിണ മൂകാംബികയിൽ വരുമ്പോ നിങ്ങൾ വീട്ടിൽ വന്നാൽ മതി. കേട്ടിട്ടുണ്ടോ ദക്ഷിണ മൂകാംബിക ക്ഷേത്രം? കൊല്ലൂർ മൂകാംബിക കേട്ടിട്ടില്ല, അതുപോലെ പറവൂർ ഒരു മൂകാംബിക ഉണ്ട്, അതാണ് ദക്ഷിണ മൂകാംബിക. ഓക്കെ, സാറായിരുന്നത് ജോബ് സാർ, മനസ്സിലായില്ലേ? നിങ്ങൾ ഇത്രയും ഭാഗമുള്ള കാണുന്നത്. ഓക്കെ, ദീഷ്ണ എന്നൊരു കുട്ടിയെ വാട്സപ്പിൽ ഒന്ന് ആഡ് ചെയ്യണം കേട്ടോ. ദീഷ്ണ, നിങ്ങൾ ആഡ് ചെയ്തേക്കണേ, ഗ്രൂപ്പ് അഡ്മിൻ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണേ. ആണോ ആര്യ? ഓക്കെ, ആര്യക്ക് അറിയാം. അപ്പൊ ആര്യക്ക് എന്റെ വീട് അറിയാം കേട്ടോ. അമ്പലം അറിയാം. യെസ്, മാർട്ടിനെയും ഗ്രൂപ്പിൽ ആഡ് ചെയ്യണേ, മാർട്ടിനെയും ഗ്രൂപ്പിൽ ആഡ് ചെയ്യണേ. ഷെഹിന, എന്റെ മെസ്സേജ് ഷെഹിന കണ്ടു. നിങ്ങൾക്ക് മിണ്ടിക്കൂടെ? ഞാൻ മൈക്ക് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ മെസ്സേജ് അയക്കണ ശീലം നിർത്തിയില്ലേ? എല്ലാ ദിവസവും അതല്ലേ ചെയ്യാറ്, അതങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാറ്. മാം കാസർഗോഡ് ഇതുവരെ. കാസർഗോഡോ? കാസർഗോഡ് ഞാൻ കണ്ടിട്ടില്ല നസീഫ. വരാം. ഇപ്പൊ കാസർഗോഡ് ഇപ്പൊ ഒരു നസീഫ ഉണ്ട് അല്ലെ? ഇപ്പൊ നമുക്ക് 14 ജില്ലകളിൽ ഓരോരുത്തരായിട്ടുണ്ട്. സൗമ്യ രാജീവിനെ ആഡ് ചെയ്യണേ. നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിൽ ആരൊക്കെ ഉണ്ടെന്ന് അറിയാലോ, അപ്പൊ അവരൊക്കെ ഒന്ന് വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ആഡ് ചെയ്തിടണം കേട്ടോ. രഞ്ജിത, ഷാരോണിന്, സജിത. ഇപ്പോഴാണ് ഇത്രയും ദിവസം സമയം ഉണ്ടായിട്ട് നിങ്ങൾ മിണ്ടിയില്ലേ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ പറഞ്ഞ? ഓക്കെ ഓക്കെ, ശരി. അപ്പൊ 27 3:30 ക്ലാസ് കട്ട് ചെയ്യും കേട്ടോ. മലപ്പുറം വന്നേണോ? മലപ്പുറം വരുന്നുണ്ടോ? കോട്ടയ്ക്കൽ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, എന്റെ കല്യാണത്തിന് വരണം. കോട്ടയ്ക്കലാണോ? അടുത്താണോ? മലപ്പുറാണ്. മലപ്പുറം, നോക്കട്ടെ. അപ്പൊ വീട്ടിലെ എല്ലാവരും അന്വേഷണം പറയാട്ടോ. വീട്ടുകാരെല്ലാവരോടും ഒരുപാട് താങ്ക്സ്. എല്ലാവരോടും അന്വേഷണം പറയണം. പിന്നെ ഹരികൃഷ്ണൻ കല്യാണമൊക്കെ ആകുമ്പോ ഒന്ന് വിളിക്കണേ. മാർട്ടിൻ കല്യാണമൊക്കെ ആകുമ്പോ ഒന്ന് പറയണോട്ടാ. യു ആൾസോ വിമൽരാജ്. വിമൽരാജിന് പ്രായമായിട്ടില്ല അല്ലേ കല്യാണം കഴിക്കാൻ? എന്താണ്? ഓക്കെ, യെസ്. ജസ്റ്റിനൊക്കെ നിങ്ങള് അഡ്മിന് മെസ്സേജ് അയക്കട്ടോ. അപ്പൊ ആൾ ആഡ് ചെയ്തോളും. അഡ്മിന്റെ നമ്പർ ഒന്ന് കൊടുക്കുവാണെങ്കിൽ ആൾ ആഡ് ചെയ്തോളും. എന്റെ ഹസ്ബൻഡ് വീട് പറവൂരാണ്, ഏഴിക്കര. അതെ 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 അതെ. ഞങ്ങൾ അതിലാണ് പോവാറ്, പറവൂര് വഴി. എങ്ങോട്ടാ പോണ? വീട് എവിടെയാ? ഏഴിക്കര. ഏഴിക്കര അടുത്തല്ലേടോ? അതെ. എവിടെയാ? എന്തോ? ഏഴിക്കര എവിടെയായിട്ടാണ് വീട്? ഏഴിക്കര സ്കൂളിന്റെ അടുത്ത് തന്നെ. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ മാളികയിൽ ഒരു അമ്പലമില്ലേ, ചിറമ്മലൊക്കെ അങ്ങോട്ട് പോകണ്ട, അങ്ങോട്ട് പോകണ്ട. നിറയെ അമ്പലമുണ്ട്, നിറച്ച. ഞാൻ വിളിക്കാം. ഓക്കെ, അപ്പൊ ശരി പിള്ളേരെ, ഞാൻ ഞാറക്കലാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. താങ്ക് യു മാം. ഒരുപാട് മിസ് ചെയ്യുന്നു. താങ്ക് യു. താങ്ക് യു പ്രകാശി. താങ്ക് യു മാം. താങ്ക് യു. എല്ലാവർക്കും കേട്ടോ. ബൈ. ബൈ മാം. താങ്ക് യു. താങ്ക് യു. നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിച്ചു. ചേച്ചിയുടെ ബാച്ച് ഇവിടെ അവസാനിച്ചു. നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്കോ കാര്യങ്ങളോ പറയാനുണ്ടെങ്കിൽ ഇവിടെ ഒരു
ഗ്രൂപ്പ് ഉണ്ടല്ലോ, സ്മാർട്ട് ഫാമിലിക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ഫീഡ്ബാക്ക് പറയാം. അപ്പൊ പോട്ടെ, ശരി. താങ്ക് യു ആര്യ, താങ്ക് യു ഷീന. നമ്മുടെ ക്ലാസ്സിൽ 3 ആൺകുട്ടികളല്ലേ ഉള്ളൂ? മാർട്ടിൻ, പരീക്ഷണൻ, വിമൽ. വേറെ ആരെങ്കിലും ഉണ്ടോ? വേറെ ആരെങ്കിലും ഉണ്ടോ ആൺകുട്ടികളായിട്ട്? ഐശ്വര്യ, ഐശ്വര്യ, ഓക്കെ, see you. താങ്ക് യു മാം. See you. പിന്നെ അങ്കീത് പറഞ്ഞിട്ടുണ്ടല്ലേ, ബേബി ഉണ്ടോ? ശരി ശരി, ബേബി ബൈ. ബേബിയുടെ കാത്തൂനെ വിളിക്ക്, കാത്തൂനെ പരിചയപ്പെടുത്തി.